ഒരു ഫേമസ് ആയിട്ടുള്ള ലസ്സിയുടെ കടയിലെ ലസ്സി ഷോപ്പാണ്. ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1926 ഡ്രൈവറും ക്ലീനറും ഉണ്ട്. പിന്നെ വാള് ഇത് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമായി. അതാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഹലോ ഗൈസ്, ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബാംഗ്ലൂർ മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റ്, സിറ്റി, വിധാൻ സൗധ്, അതായത് പാർലമെൻറ്റ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി, അതായത് ബാംഗ്ലൂർ സിറ്റി ഏകദേശം ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരും. ഒരു സാധനം വാങ്ങിക്കാണ്ട് നമുക്ക് ബോയയുടെ ഒരു മൈക്ക് വാങ്ങിക്കണം, അതിനും കൂടി വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലെ കുറച്ച് കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പാർലമെൻറ്റ്, അതായത് ബാംഗ്ലൂർ, കർണാടകൻ്റെ പാർലമെൻറ്റ് ബാംഗ്ലൂരിലുള്ളത്. ഓപ്പോസിറ്റ് സൈഡാണ്, എന്നാൽ പോലും നല്ല ട്രാഫിക്കാണ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് പോയി തിരിച്ചു വരിക എന്നുള്ളത് ഭയങ്കര ട്രാഫിക്കാണ്. നല്ലൊരു കൊട്ടാരം പോലെയുള്ളൊരു ഇതാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നാൽ പോലും ഇത്രയും അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അടുത്തത് പോകുന്നത്, ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഗവൺമെൻറ് മ്യൂസിയം. ആ മ്യൂസിയത്തിൽ കുറച്ച് നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മ്യൂസിയത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം. എത്ര പാർക്കിംഗ് എത്രയാണ്? ಒಂದು ಗಾಡಿ ಅಮೌಂಟ್ ಹಾಕಿದ್ವಿ, ಅಮೌಂಟ್ ರಿಟರ್ನ್ ಹೋಗ್ಬೇಕಾದ್ರೆ ಕೊಡ್ತೀವಿ. ಅದೇ ಅಮೌಂಟ್ನ 3 പറഞ്ഞേ 3 വണ്ടിക്ക് ചേർത്തിട്ട് വരെ ബില്ലുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂര് ഗവൺമെന്റിന്റെ മ്യൂസിയത്തിന്റെ മുന്നിലാണുള്ളത്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്. അതുപോലെ ഇവിടെ കണ്ടില്ല ഒരുപാട് പഴയ പീരങ്കികളൊക്കെ, ഏകദേശം 250 വർഷം പഴക്കമുള്ള പഴക്കമുള്ള പീരങ്കിയുടെ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഒരുപാട് പഴക്കമുണ്ടെങ്കിൽ പോലും അതിപ്പോഴും 250 വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയാണ്. അത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിലാണ്, ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ടിക്കറ്റിന് എത്ര റേറ്റ്? എത്ര 20 റുപ്യ അല്ലേ? 20 റുപ്യ ടിക്കറ്റ് കാണിച്ചോളാം. ടിക്കറ്റ് എടുത്ത് എന്നാ പോലെ ഇതല്ലേ പഴയ കാലത്തെ പിന്നെ വാള്, പരിചയ, ചുറ്റ്, അങ്ങനെയുള്ള ഐറ്റംസുണ്ട്. പഴയ കാലത്തെ യുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഐറ്റംസുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ്? ഇതിൻ്റെ ഹിസ്റ്ററി അറിയോ? ഇല്ല, അറിയില്ല. പിന്നെ പുറത്തെ ക്യാമറ നോക്കി നിങ്ങൾക്ക് ഇറങ്ങിക്കല്ലേ? ഒരു തേങ്ങ അറിയില്ലല്ലേ? പക്ഷെ വേറൊരു കാര്യം, കേരളത്തിലാണെങ്കിൽ ഇതേപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഗവൺമെൻറ് മ്യൂസിയത്തിലാണ്. ഇവിടെ ഒരുപാട് പഴക്കമുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ഡീറ്റെയിൽ പുരാതന ചരിത്രങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എന്നാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഐറ്റംസ് മാത്രം ഒന്ന് കാണിച്ചു തരാം. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, നമ്മൾ ചിലപ്പോൾ പഴയ സിനിമയിലും മറ്റുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. വലിയൊരു PP കോയിൽ, ചെറിയ കോയിൽ, അങ്ങനെ പലവിധ ഐറ്റം ഉള്ള പലവിധ മോഡലുള്ള കോയിലുകളുണ്ട് ഇതിൽ. ഇതൊക്കെ ശിലകളാണ്, മുഴുവൻ ശിലകളാണ്. മുഴുവൻ പറഞ്ഞാൽ ഈ ഹാള് മുഴുവൻ ശിലകളാണ്. പഴയകാല രാജാക്കന്മാരുടെയും അതുപോലെ ദൈവങ്ങളുടെയും ഒക്കെ ശിലകളാണ്. അതിന് കുറേ കൈകാലുകൾ പോയതുണ്ട്, തല പോയതുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പോലും അത് ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ശിലകളൊക്കെ. ഈ മ്യൂസിയത്തിലേക്ക് ഒരുപാട് സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികളെ ടീച്ചർമാരും അതുപോലെ രക്ഷിതാക്കളും കൊണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മ്യൂസിയത്തിലുള്ളത് ഇത് 1840 നമ്മൾ പഴയകാല മെഷീനുകൾ, അതായത് തീവണ്ടിന്റെ എഞ്ചിനുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. 1840 ഉണ്ടാക്കിയിട്ട് ഏകദേശം 80 വർഷം ഇത് ഓടി. ഒരു മനുഷ്യായുസ് എന്നൊക്കെ പറയാം, അത്രയും ഒരു 80 വർഷത്തോളം ഇത് ഓടി. അതിനുശേഷം ഇത് മ്യൂസിയത്തിലെത്തി. എന്നിട്ടും ഇപ്പോഴും ഒരു കംപ്ലൈന്റ് ഇല്ല. കാരണം നിങ്ങൾ കാണാം ബാക്കിൽ ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ആ ഒരു ക്വാളിറ്റി തന്നെ ഇന്നും വർക്കിങ്ങിലുള്ള ഒരു എഞ്ചിനാണിത്. മ്യൂസിയത്തിലിരിക്കുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ വായിക്കാൻ ഇതുപോലെ വായിക്കാനുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം പഴയ കാലത്ത് ഇപ്പൊ നിങ്ങളിത് കാണാനല്ലേ, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനാണ്. പണ്ട് കാലത്ത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനാണ്. അതുപോലെ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതൊരു ജനറേറ്ററാണ്. ഈ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1926 ഉണ്ടാക്കിയ ഒരു ജനറേറ്ററാണിത്. ഇതിന്റെ പവറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ 265 HP ആണ് ഇതിന്റെ പവർ. അതുപോലെ ഓരോ ഐറ്റംസുകളും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, അത് കണ്ടില്ലേ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 1926 ഉണ്ടാക്കിയ ഒരു ജനറേറ്റർ, നമ്മുടെ സാധാരണ ജനറേറ്റർ അല്ല, അതുപോലത്തെ ഒരു വലിയൊരു ജനറേറ്ററാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ ഒരു ഫേമസ് ആയിട്ടുള്ള ലസ്സിയുടെ കടയില്ല, ലസ്സി ഷോപ്പാണ്. ശ്രീറാം ലസ്സി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലസ്സി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എങ്ങനെ ലസ്സി കുടിക്കുക, ശിവാജി നഗറിലാണ്. കുടിച്ചു നോക്കാം, ഫേമസ് ആണെന്ന് പറഞ്ഞത്. നല്ല ലസ്സിയാണ്, ഫേമസ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല, ടേസ്റ്റ് ഉണ്ടാകും, അടിപൊളി. 1970 ഫോട്ടോസ് ഈ ലസ്സിക്ക് ഒരു ചരിത്രമുണ്ട്. അതായത് ഏകദേശം 1973 കാലഘട്ടങ്ങളിൽ സൈക്കിളിൽ കൊണ്ടുവന്നിട്ട് വിറ്റിരുന്ന ഒരു ലസ്സിയാണത്. ഇന്ന് ആ സ്ഥാപനത്ത്, അതായത് ഇവിടെ ഒരു മരമായിരുന്നു, ഇന്ന് ഇവിടെ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് വാങ്ങിച്ച് ഒരുപാട് സർക്കാരിൻ്റെ അവാർഡുകളും കാര്യങ്ങളൊക്കെ നേടിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ലസ്സി മാത്രമല്ല, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫേമസ് ആയിട്ടുള്ളത് ലസ്സിയാണ് മാത്രം. ഞങ്ങളും കുടിച്ചു, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. എല്ലാവരും ബാംഗ്ലൂർ വരുന്ന ബാംഗ്ലൂർ ആരെങ്കിലും വരുവാണെങ്കിൽ ഈ ഭാഗത്ത് വന്നിട്ട് ശിവാജി നഗർ എന്തായാലും ടേസ്റ്റ് ചെയ്യുക. നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ അതാ കുറേ സമയമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം അന്വേഷിച്ചിട്ടാണ് ശരിക്കും വന്നത്. അപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളൊരു ഐഡിയ ഇല്ല. നമ്മളെ കൂടെ വന്ന ആർക്കും ഐഡിയ ഇല്ല, നമുക്കും ഐഡിയ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എവിടെയാണ് കുറേ സമയമായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ, ഇതൊരു തുണി മാർക്കറ്റാണ്. നമുക്ക് പോകേണ്ടത് മൊബൈലിൻ്റെയും അതുപോലെ ക്യാമറൻ്റെ ഒക്കെ അക്സസറീസ് വിൽക്കുന്ന മാർക്കറ്റിലാണ്. എന്തായാലും ഭയങ്കര ട്രാഫിക്കുമാണ് ഇതിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മസ്ജിദിൻ്റെ മുന്നിൽ ഇപ്പോൾ സൈഡാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ദർഗയാണിത്. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ തന്നെ പോകുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരുപാട് പക്ഷികളും പ്രാവുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ അതും കൂടി നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ ഇനിയും പോകുന്ന രണ്ടാമത് മാർക്കറ്റിലേക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ഒരു മൊബൈലിൻ്റെ അക്സസറീസും ഷോപ്പിലുള്ളത്. ബോയോൻ്റെ ഒരു മൈക്ക് മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇതിന് ഏകദേശം ഇവർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 750 ആണ്. നമ്മൾ ബോയോൻ്റെ വേറെ മൈക്കില്ലാതെ ഒരു അഡാപ്റ്ററും വേണം. നീ മേടിക്കുന്നില്ലല്ലോ, ഒരു അഡാപ്റ്റർ ഇല്ല. അവർക്ക് മൗണ്ട് വേണം, മൗണ്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇപ്പോൾ മൈക്ക് മേടിച്ചിട്ട് തിരിച്ചു പോകണം. ഒരു क्या देख रहे हैं? क्या देख रहे हैं? क्या देख रहे हैं? हाँ बच्चा, Oh, happy, okay? Huh?
ഞാനിപ്പോൾ ഈ വഴിക്ക് പോണ സമയത്ത് കണ്ടിട്ട് തിരിച്ചു വന്നാണ് ഞാൻ വേസ്റ്റിൽ നിന്ന് ആ കുട്ടിയും ആ അമ്മയും പെറുക്കിയെടുക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഭയങ്കര മാനസികന് ഭയങ്കര വല്ലാത്തൊരു വിഷമമായി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ ആ കുട്ടിക്ക് കൊടുത്തതാണ്. ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചത് എന്തുകൊണ്ടാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പൈസ അനാവശ്യമായിട്ട് ചിലവാക്കിയും അനാവശ്യമായിട്ട് ദൂർത്തടിച്ചും കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. കാരണം എത്രയോ ഇതേപോലെ പാവപ്പെട്ട ആളുകൾ ഒരു നേരത്തിന് ഭക്ഷണം, ഒരു നേരത്തെ അന്നത്തിന്, ഒരു നേരത്തെ വെള്ളത്തിന് പോലും കഴിവില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിച്ചത്. ഇപ്പോൾ സെയിം ബോട്ടിൽ നമ്മളും പോകണ്ടല്ലോ, അതും ബോട്ടിൽ നമ്മൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ബാംഗ്ലൂരിലെ കാഴ്ചകളാണ് നമ്മൾ മുഴുവനായിട്ടുള്ളത് നമ്മുടെ വീഡിയോയില്. അപ്പം ബാംഗ്ലൂര് നമ്മൾ ഇത്രയും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തന്നത് നമ്മുടെ അളിയനാണ്. അപ്പൊ അളിയൻ ഒരുപാട്, അതായത് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഒരുപാട് സ്ഥലങ്ങൾ അളിയൻ കാണിച്ചു തന്ന്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് അതിന്റെ ചരിത്രങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ബാംഗ്ലൂർ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ അളിയൻ നമ്മളോട് കാണാനൊക്കെ പറഞ്ഞു, പക്ഷെ അത് നമ്മുടെ ടയേർഡ് കൊണ്ട് മാത്രമാണ് നമ്മൾ കാണിക്കാതിരുന്നത്. അതുപോലെ ഒരുപാട് അളിയന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അളിയന്മാരെ കിട്ടണം. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഇന്ന് മുഴുവൻ ഇവിടെ ആയിരുന്നു, ഇന്നലെ ഇവിടെ ആയിരുന്നു, അടിപൊളി ഫുഡുകളൊക്കെ നമുക്ക് തന്നു. സന്തോഷമാണ്, ഒരുപാട് സന്തോഷമുണ്ട്. അളിയനും അളിയന്റെ കുടുംബത്തിനും നമുക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുക. അതുപോലെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.